പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അവരുടെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ചാപ്റ്ററായ ബിസിനസ് എൻവയോൺമെൻ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററും അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ദി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററും നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്ത ആളുകൾ അത് കണ്ടതിന് ശേഷം ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുകയാണ്. ദെൻ നമുക്ക് നേരിട്ട് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് ഡിസ്കഷൻ ആരംഭിക്കാവുന്നതാണ്. ആദ്യമായി എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ്? മീനിങ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ? ബിസിനസ് എൻവയോൺമെൻറ്റ് മീൻസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് and other forces that are outside the control of business enterprise but that may affect its performance. അതായത് ഇവിടെ ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത, ബിസിനസ്സിൻ്റെ കൺട്രോളിന് പുറത്തുള്ള അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കൺട്രോളിൻ്റെ പരിധിയിൽ വരാത്ത എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതർ ഫോഴ്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതോടൊപ്പം തന്നെ മറ്റുള്ള ഫോഴ്സസുകൾ, മറ്റുള്ള ശക്തികൾ. അപ്പോൾ ഇതൊന്നും ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അത് ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. അപ്പോൾ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും എന്നാൽ ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതർ ഫോഴ്സസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സം ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ബിസിനസ് എൻവയോൺമെൻറ്റിനുള്ളത്? ഇവിടെ നമുക്ക് ഓരോ പോയിന്റുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സാണ്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ, ഈ മീനിങ് പറഞ്ഞ സമയത്ത് തന്നെ പറയുകയുണ്ടായി, ഒരുപാട് എക്സ്റ്റേണലായിട്ടുള്ള ഫോഴ്സസുകൾ, നമ്മുടെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്തരത്തിലുള്ള ഫോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ഫോഴ്സസ്. അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടാലിറ്റി നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ ഫോഴ്സസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ടു ബിസിനസ് ഫേം. ബിസിനസ്സിനെ നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്തരത്തിലുള്ള ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഒരു ടോട്ടാലിറ്റിയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എന്ന് മീനിങ്ങിൽ പറഞ്ഞ ആ ആദ്യത്തെ പോയിന്റ് തന്നെയാണ് നമ്മളിവിടെ ഫീച്ചേഴ്സായിട്ട് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്. ഈ പറഞ്ഞ ഫോഴ്സുകളിൽ ചിലതെല്ലാം സ്പെസിഫിക് ആണ്, എന്നാൽ മറ്റു ചിലതെല്ലാം ജനറലാണ്. ഏതൊക്കെയാണ് സ്പെസിഫിക് ഫോഴ്സസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്, അല്ലെങ്കിൽ അതിൻ്റെ കസ്റ്റമേഴ്സ് തുടങ്ങിയിട്ടുള്ളതൊക്കെ അതിൻ്റെ സ്പെസിഫിക് ഫോഴ്സസിൽ വരുന്ന ആളുകളാണ്. എങ്കിൽ അതിൻ്റെ ജനറൽ ഫോഴ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കും, സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറയാൻ സാധിക്കും, എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറയാൻ സാധിക്കും, ലീഗൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് പറയാൻ സാധിക്കും. ഇത്തരത്തിലൊക്കെയുള്ള ഫോഴ്സസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനറൽ ഫോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ്റർ റിലേറ്റഡ്നെസ് ആണ്. ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം തന്നെ, ഈ പറയുന്ന ഫോഴ്സസ് എല്ലാം തന്നെ ഇൻ്റർ റിലേറ്റഡ് ആണ്. ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആർ ക്ലോസ്ലി ഇൻ്റർ റിലേറ്റഡ്. ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള ഫാക്ടേഴ്സ്, ഇപ്പോൾ എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം എന്താണ്? ഇൻ്റർ റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നാലാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വന്നാൽ, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡൈനമിക് ആണ്, അല്ലേ? എന്തുകൊണ്ടാണ് ഡൈനമിക് എന്ന് പറയാൻ കാരണം? ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഡൈനമിക് ഇൻ നേച്ചർ വിച്ച് കീപ്സ് ഓൺ ചേഞ്ചിങ് വിത്ത് ചേഞ്ച് ഇൻ ടെക്നോളജി, അല്ലേ? അതേപോലെ തന്നെ കൺസ്യൂമേഴ്സ്, ഫാഷൻ, ടേസ്റ്റേഴ്സ്, അവരുടെ പ്രിഫറൻസസ്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായതുകൊണ്ടാണ് നമ്മളതിനെ എന്തെന്ന് വിളിക്കാൻ കാരണം? ഒരു ചേഞ്ച് ചെയ്യുന്ന, ഇതെല്ലാം എപ്പോഴും ചേഞ്ച് ചെയ്യുന്നതായതുകൊണ്ട് ആ ചേഞ്ചസിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ വരുത്തേണ്ടതായതുകൊണ്ടാണ് നമ്മളിതിനെ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഡൈനമിക് എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ദെൻ അഞ്ചാമത്തെ പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ദെൻ അൺസർട്ടനിറ്റിയാണ്, അല്ലേ? നമുക്കറിയാം ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് അൺസർട്ടൻ as it is difficult to predict the future environmental changes. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല?
ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറയാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളെപ്പോഴും ബിസിനസ്സിൽ പറയുന്ന ഒരു പോയിന്റാണ് അൺസർട്ടിനിറ്റി അല്ലെങ്കിൽ റിസ്ക് എന്നൊക്കെ പറയുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അൺസർട്ടൻ ആണ്. ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല, മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളിതിനെ അൺസർട്ടിനിറ്റി എന്ന് പറയുന്നത്. ആറാമത്തെ പോയിന്റ് നോക്കൂ, കോംപ്ലക്സിറ്റിയാണ് അല്ലേ. നേരത്തെ ടോട്ടാലിറ്റി എന്നൊക്കെ പറഞ്ഞ ആ ഒരു പോയിന്റിനെ അനുബന്ധമായിട്ടാണ് നമ്മൾ കോംപ്ലക്സിറ്റി അല്ലേ, ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സിൻ്റെ ഒക്കെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായി മാറുന്നത്, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മളതിന് കോംപ്ലക്സിറ്റി എന്നാണ് നമ്മളതിനെ ചുരുക്കി പറയുന്നത്. ദെൻ ആറാമത്തെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ റിലേറ്റിവിറ്റിയാണ് അല്ലേ. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് റിലേറ്റീവാണ്, എല്ലായിടത്തും ഒരേപോലെയല്ല. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് റിലേറ്റീവ് കൺസെപ്റ്റ് സിൻസ് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം കൺട്രി ടു കൺട്രി. രാജ്യങ്ങൾ മാറുന്നതിനനുസരിച്ച്, റീജിയൻ മാറുന്നതിനനുസരിച്ചൊക്കെ തന്നെ ഇവിടെ എന്തുണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മളതിനെ റിലേറ്റീവ് അല്ലെങ്കിൽ റിലേറ്റിവിറ്റി എന്നുള്ള പോയിന്റ് നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 7ഓളം പോയിന്റ്സ് ആണ് നമ്മളിവിടെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ് അല്ലേ. ബിസിനസ് എൻവയോൺമെൻറ്റ് കൃത്യമായി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, ബിസിനസ് എൻവയോൺമെൻറ്റ് കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരുപാട് ഈ 6ഓളം പോയിന്റ്സ് നമുക്കിതിൽ എഴുതാനുണ്ട്. എന്തൊക്കെയാണ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ബിസിനസ് എൻവയോൺമെൻറ്റിനെ കൃത്യമായി സ്കാൻ ചെയ്യുന്ന ഒരാൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, അവസരങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അതാണ് ഇതിലെ ആദ്യത്തെ പോയിന്റ്. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ, അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞത്. ദെൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നോളൂ. എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ത്രെഡ്സ്. നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് ഭീഷണികൾ, ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഭാവിയിൽ അല്ലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ ബിസിനസ് എൻവയോൺമെൻറ്റിനെ പറ്റിയുള്ള പഠനം, അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് സ്കാൻ ചെയ്യുന്ന ഒരാൾക്ക് കൃത്യമായി അത്തരത്തിലുള്ള വിഷയങ്ങളെ മുൻകൂട്ടി കാണാനും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനും സാധിക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. മൂന്നാമത്തെ നോക്കൂ, ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്. യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ബിസിനസ്സിൻ്റെ റിസോഴ്സസ് ഒക്കെ തന്നെ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ടാപ്പ് ചെയ്യാൻ അല്ലേ. ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്. ബിസിനസ്സിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ധാരാളം റിസോഴ്സസ് ഉണ്ട് അല്ലേ. ആ റിസോഴ്സസിനൊക്കെ തന്നെ നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റ് സ്കാൻ ചെയ്തുകൊണ്ട് കണ്ടെത്താവുന്നതാണ്. അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള റിസോഴ്സുകളെ കണ്ടെത്തുകയും അതിനെ നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ടാപ്പ് ചെയ്യാനും നമുക്ക് പറ്റുമെന്നുള്ളതാണ് മൂന്നാമത്തെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റിലേക്ക് വന്നാൽ കോപ്പിയിങ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ് അല്ലേ. ഭാവിയിൽ വരുന്ന കാര്യങ്ങൾ, ചേഞ്ചസ്, റാപ്പിഡായിട്ട് ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾക്കനുസൃതമായി കൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ വരുത്താൻ ഈ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള പഠനത്തിലൂടെ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ദെൻ അഞ്ചാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാവുന്നതാണ് അസിസ്റ്റൻസ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. നമുക്കറിയാം പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളിസി ഫോർമുലേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു ബിസിനസ്സിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിനെ പറ്റി നല്ല ഒരു ധാരണ നമുക്കതിനു മുമ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്ലാനിങ്ങിനെയും പോളിസി ഫോർമുലേഷനെയും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ പെർഫോമൻസ്, ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്രൂവിങ് പെർഫോമൻസ്. ഒരു ബിസിനസ്സിൻ്റെ പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് അത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അതും ഈ ബിസിനസ് എൻവയോൺമെൻറ്റിനെ പറ്റി പഠിച്ചുകൊണ്ടായിരിക്കണം, അതിനെ അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള സ്കാനിങ് നടത്തിയാൽ മാത്രമേ, എൻവയോൺമെൻറ്റൽ സ്കാനിങ് നടത്തിയാൽ മാത്രമാണ് ഒരു ബിസിനസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, അതിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ് ഇവിടെ ആറാമത്തെ പോയിന്റിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കൂടുതൽ മാർക്കിനൊക്കെ തന്നെ ചോദിക്കുന്ന, അത് 4 മാർക്കാവാം, 5 ആവാം, 6 ആവാം, അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കുന്ന, അല്ലെങ്കിൽ ചെറിയ മാർക്കിനും ചിലപ്പം ഇതിൽ മാച്ച് ദ ഫോളോയിങ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന, ചിലപ്പോൾ ഇതിലെ ചില പ്രത്യേകതകളൊക്കെ പറഞ്ഞ് ഇത് ഏത് എൻവയോൺമെൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്ന രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ +2 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം നന്നായി ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തൊക്കെയാണ് ഡയമെൻഷൻസ് ഓഫ് ദി ബിസിനസ് എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ദി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓഫ് ദി ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നൊക്കെ ചോദിച്ചാൽ ഒരേ ആൻസറാണ് നമുക്ക് എഴുതാനുള്ളത്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് എക്കണോമിക് എൻവയോൺമെൻറ്റ്, രണ്ടാമത് സോഷ്യൽ എൻവയോൺമെൻറ്റ്, മൂന്നാമത് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, നാലാമത്തത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, അഞ്ചാമത്തത് ലീഗൽ എൻവയോൺമെൻറ്റ്. ഇത് ഓരോന്നായി നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് എക്കണോമിക് എൻവയോൺമെൻറ്റിൽ എഴുതേണ്ടത്?
അതേപോലെ ഈ ഓരോന്നിലും എഴുതേണ്ട പോയിന്റുകളെ വീണ്ടും ഇവിടെ ചുരുക്കി എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഡെവലപ്പ് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിട്ട് പാരഗ്രാഫായിട്ട് വലിയ ചോദ്യമൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, വലിയ 6 മാർക്കിൻ്റെ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആ മേഖലയിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വളരെ ചുരുക്കി പറയാവുന്നതാണ് ഈ ഭാഗങ്ങളൊക്കെ, അല്ലേ? നോക്കൂ, എന്തൊക്കെ ഫാക്ടേഴ്സാണ് എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊന്നും അങ്ങനെ കൂടുതൽ സമയം നമ്മൾ വിശദീകരിച്ച് സമയം കളയേണ്ടതില്ല. നോക്കൂ, രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇൻഫ്ലേഷൻ റേറ്റ്, പണപ്പെരുപ്പ്. ആ പണപ്പെരുപ്പ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയും കൊണ്ട് ഉള്ള അതിൻ്റെ റേറ്റാണ് ഇൻഫ്ലേഷൻ. നമ്മൾ ഇൻഫ്ലേഷൻ ആൻഡ് ഡിപ്രഷൻ എന്നൊക്കെ പറയാറില്ലേ, എക്കണോമിക് ആയിട്ടുള്ള കണ്ടീഷൻസാണ്. അപ്പോൾ പണപ്പെരുപ്പവും അതേപോലെ തന്നെ ഡിപ്രഷനൊക്കെ ബൂം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഭാഗമാണ് അവിടെ വരുന്നത്, ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, അത് ചേഞ്ചസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ആളുകളുടെ കയ്യിലുള്ള ഡിസ്പോസിബിൾ ഇൻകം, അല്ലേ, അതിലുണ്ടാകുന്ന ചേഞ്ചസ്, അതും ഇവിടെ എക്കണോമിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സസ്, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ വാല്യൂ ഓഫ് റുപ്പീസ്, അല്ലേ, വാല്യൂ ഓഫ് റുപ്പീസ്. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ ഒന്നും കൂടെ വേറെ രീതിയിലും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ തന്ന് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇത് ഏത് എൻവയോൺമെൻറ്റിൽ വരുന്നതാണ് എന്ന് തിരിച്ച് ക്വസ്റ്റ്യനുകൾ ചിലപ്പം എക്സാമിന് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ഇൻഫ്ലേഷൻ റേറ്റ് ഒന്നും ഇങ്ങനെയുള്ള എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചില 1-2 പോയിന്റ്സ് ഒക്കെ തന്ന് ഇത് ഏത് എൻവയോൺമെൻറ്റിൽ വരുന്നതാണെന്ന്, എന്നിട്ട് ഐഡൻറ്റിഫൈ ദ എൻവയോൺമെൻറ്റ്, ദെൻ അതിൻ്റെ ബാക്കിയുള്ള ഫാക്ടേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റിനെ പറ്റിയോ എഴുതാനൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ എഴുതാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എക്കണോമിക് എൻവയോൺമെൻറ്റ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റണം. ഈ കാര്യങ്ങളൊക്കെ, ഈ പോയിന്റ്സ് ഒക്കെ തന്നാൽ അത് എക്കണോമിക് എൻവയോൺമെൻറ്റ് ആണെന്ന് തിരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതായിട്ട്. എന്നാൽ നേരെ മറിച്ച് ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെയാണ് തരുന്നതെങ്കിൽ, അതായത് കസ്റ്റംസ്, ട്രഡീഷൻസ്, വാല്യൂസ്, അല്ലേ, സോഷ്യൽ ട്രെൻഡ്സ്, ലിറ്ററസി റേറ്റ്, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ലൈഫ് സ്റ്റൈൽ, അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ വളരെ വളരെ പെട്ടെന്ന് നമുക്ക് പറയാം. നമ്മുടെ കസ്റ്റംസ്, അല്ലേ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, നമ്മുടെ വാല്യൂസ്, അതേപോലെ തന്നെ സോഷ്യൽ ട്രെൻഡ്സ്, നമ്മുടെ ലിറ്ററസി റേറ്റ്, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇതിനൊക്കെ പറ്റിയുള്ള ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതിൽ വരുന്ന ഫാക്ടേഴ്സാണ്? സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ എൻവയോൺമെൻറ്റിലെ ഫാക്ടേഴ്സാണ്. ഇതിനെ ഒന്ന് കൂട്ടി ചേർത്ത് നമുക്ക് സെൻറ്റൻസുകളായിട്ട് വലിയ പോയിന്റ്സ് ഒക്കെ ആക്കിയിട്ട് എഴുതി പാരഗ്രാഫുകളൊക്കെ ആക്കിയിട്ട് മാറ്റാവുന്നതാണ്. ദെൻ അടുത്ത പോയിന്റിലേക്ക് വരാം, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. നമുക്കറിയാം ടെക്നോളജി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുതിയ പുതിയ ടെക്നോളജി ഉണ്ടാവുന്നതിനനുസൃതമായിട്ട് പുതിയ പ്രോഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ പുതിയ പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് പറയാം, പുതിയ ടെക്നോളജിയെ പറ്റി നമുക്ക് പറയാം. അതേപോലെ തന്നെ പുതിയ പുതിയ അപ്രോച്ചസ് വന്നുകൊണ്ടിരിക്കുന്നു, ന്യൂ അപ്രോച്ചസ് ടു ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിലും അതിൻ്റെ ഔട്ട്ലുക്കിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ മെത്തേഡും എക്യുപ്മെൻസിലും ന്യൂ മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ന്യൂ എക്യുപ്മെൻറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ആ രീതിയിലൊക്കെയുള്ള ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ഉദാഹരണത്തിന് പെട്ടെന്ന് എക്സാമ്പിളൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ATM പോലെയുള്ള, ഇൻ്റർനെറ്റ് ബാങ്കിങ് പോലെയുള്ള. അപ്പോൾ ഇതൊക്കെ ഇതിൽ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിലാണ്. ദെൻ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെ, നമ്മുടെ ഭരണഘടന, പൊളിറ്റിക്കൽ പാർട്ടീസ്, നമ്മുടെ രാജ്യത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ്, അവരുടെ ഐഡിയോളജി, ദെൻ അവരുടെ ഏത് ടൈപ്പ് ഓഫ് ഗവൺമെൻറ്, ഏത് ടൈപ്പ് ഗവൺമെൻറ്റാണ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അല്ലേ, നമ്മുടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ദെൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ബിസിനസ്, ഇനി അങ്ങനെ ഭരിക്കുന്ന അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ബിസിനസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, ബിസിനസ്സിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണോ അല്ലയോ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്ന പോയിന്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ദെൻ അടുത്ത എൻവയോൺമെൻറ്റിലേക്ക് വന്നാൽ ലീഗൽ എൻവയോൺമെൻ്റ് ആണ്, അല്ലേ, വേരിയസ് ലെജിസ്ലേഷൻസ് പാസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ലീഗൽ എന്ന് പറയുമ്പോൾ നിയമപരമായ കാര്യങ്ങളാണ്. നിയമപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതൊക്കെ പാസ്സാക്കി എടുക്കുന്നത്, അല്ലേ, ലെജിസ്ലേഷൻസ് പാസ്ഡ് ബൈ, അത് സെൻട്രൽ ഗവൺമെൻറ് ആവാം. സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റുകളിലാവാം, അല്ലെങ്കിൽ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ രാജ്യസഭ, ലോകസഭ എന്നൊക്കെയുള്ള രീതിയിൽ അത് പാസ്സാക്കി എടുത്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ അതിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കി കൊണ്ടുവരുന്നത്. ദെൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ, പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ. അപ്പോൾ ഇവരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരത്തിലുള്ള നിയമങ്ങളാണ്
ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ കമ്പനീസ് ആക്ട് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. അതേപോലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് നമുക്ക് പറയാൻ സാധിക്കും. ധാരാളം ഈ ബിസിനസ്സുമായി ബന്ധപ്പെടുത്തിയും കൊണ്ടുള്ള നിയമങ്ങളുണ്ട്. ലീഗൽ എൻവയോൺമെൻറ്റിലാണ് അത്തരത്തിലുള്ള ഫാക്ടേഴ്സൊക്കെ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ നേരത്തെ തുടങ്ങി വെച്ച എന്താണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അതിൽ എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ് എന്നുള്ള രീതിയിൽ 5ഓളം കാര്യങ്ങളെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇതിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. എന്താണ് ടോപ്പിക്? എക്കണോമിക് റിഫോംസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ചിലപ്പം ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ഈ പോയിന്റുകളൊക്കെയാണ് ഇതിലേക്ക് എഴുതേണ്ടത്. എന്തൊക്കെയാണ്? എക്കണോമിക് റിഫോംസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലേ. അത് എക്കണോമിക് റിഫോംസിൻ്റെ ഭാഗമായി സെൻട്രൽ ഗവൺമെൻറ് ഒരു പുതിയ നയം കൊണ്ടുവരികയുണ്ടായി, ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി. അത് ഏത് വർഷമാണ്? 1991. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ്. റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് അണ്ടർ കമ്പൽസറി ലൈസൻസിങ് ടു 6. നമുക്കറിയാം ധാരാളം സ്ഥാപനങ്ങൾ അവർക്ക് ലൈസൻസ് എടുത്താൽ മാത്രമേ അവരുടെ അത്തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. പക്ഷേ അത് റിഡ്യൂസ് ചെയ്തുകൊണ്ട് കമ്പൽസറി ലൈസൻസിങ് വേണ്ട സ്ഥാപനങ്ങളുടെ എണ്ണം 6 ചുരുക്കിയതിലൂടെ വലിയ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ കുതിച്ചുചാട്ടത്തിനുള്ള ഒരു കാൽവെപ്പാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ഈ പോളിസിയുടെ പ്രത്യേകതയിൽ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്. ദെൻ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? റോൾ ഓഫ് പബ്ലിക് സെക്ടർ ലിമിറ്റഡ് ടു 4 ഇൻഡസ്ട്രീസ്. നമുക്കറിയാം പബ്ലിക് സെക്ടറുണ്ട്, പ്രൈവറ്റ് സെക്ടറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെക്ടേഴ്സൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പബ്ലിക് സെക്ടറിനെ എത്രയാക്കി ചുരുക്കി? 4 ടൈപ്പാക്കി ചുരുക്കി. ആ 4 ഭാഗങ്ങളിൽ മാത്രമേ ഇനി പബ്ലിക് സെക്ടർ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ പ്രൈവറ്റൈസ് ചെയ്തു എന്നുള്ളതാണ്. അവിടെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു നിലപാടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യം പറഞ്ഞ കമ്പൽസറി ലൈസൻസിങ് ഒഴിവാക്കി എന്ന് പറയുന്നത് ലിബറലൈസേഷൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്ത സംഭവമായിട്ടാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അതേപോലെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതേപോലെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നമുക്ക് പറയേണ്ട പോയിന്റാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. വളരെ സിക്കായിട്ടുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം വളരെ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഒരു പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അവരുടെ ഷെയറുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ മൂലധനത്തിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയും കൊണ്ട് ഉള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പോളിസി ടുവേർഡ്സ് ഫോറിൻ ക്യാപിറ്റൽ വാസ് ലിബറലൈസ്ഡ് അല്ലേ. മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യത്തിലേക്ക് മൂലധനം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെടുത്തിയും കൊണ്ടുള്ള നയങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തി. ഇവിടെ സൂചിപ്പിച്ചത് ലിബറലൈസ് ചെയ്തു. അതൊക്കെ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് പെർമിഷൻ വാസ് ഗ്രാൻറ്റഡ് ഫോർ ടെക്നോളജി അഗ്രിമെൻറ്റ്. ടെക്നോളജി അഗ്രിമെൻറ്റിനൊക്കെ തന്നെ ഓട്ടോമാറ്റിക് പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. 6ാമത്തെ പോയിന്റ് നോക്കൂ. കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകം ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ബോർഡിൻ്റെ പേരെന്താണ്? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, FIPB എന്ന് പറയുന്ന പേരിൽ ഒരു ബോർഡ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ടു പ്രൊമോട്ട് ആൻഡ് ചാനലൈസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. അതായത് നമുക്കിപ്പോൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, ചാനലൈസ് ചെയ്യുന്നതിന് വേണ്ടി, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ രാജ്യത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനും ചാനലൈസ് ചെയ്യുന്നതിനും വേണ്ടി ഇത്തരത്തിലുള്ളൊരു ബോർഡ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഫീച്ചേഴ്സായിട്ട്, അതായത് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ഫീച്ചേഴ്സൊക്കെയുള്ള ഈ പോളിസി നടപ്പാക്കിയത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റുകളാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഈ നേരത്തെ നമ്മൾ പോയിന്റുകൾ പറയുന്ന സമയത്ത് ലിബറലൈസേഷൻ, അതേപോലെ പ്രൈവറ്റൈസേഷൻ തുടങ്ങിയിട്ടുള്ള ചില ടേംസൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായി. ആ ടേംസൊക്കെ നമുക്കറിയാവുന്ന ടേംസാണ്. എന്നാലും അതിനെപ്പറ്റിയുള്ള ചെറിയൊരു പരാമർശങ്ങളാണ് നമ്മളിതിൻ്റെ ഇമ്പാക്റ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള രീതിയിൽ ആ ഭാഗവും കൂടി നമുക്കൊന്ന് പറയാം. എന്താണ് ലിബറലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആവുകയാണ്. ഡയറക്റ്റ് കൺട്രോൾ ഇമ്പോസ് ചെയ്ത കാര്യങ്ങളെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് ഫ്രീ ആക്കി വിടുമ്പോഴാണ് നമ്മൾ നമ്മുടെ നയങ്ങൾ ലിബറലൈസ് ചെയ്തു എന്ന് നമ്മൾ പറയാറ്. ലിബറലൈസേഷൻ ഓഫ് എക്കണോമി മീൻസ് ടു ഫ്രീ ഇറ്റ് ഫ്രം ഡയറക്റ്റ് കൺട്രോൾ ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ്. സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുള്ള അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളിൽ നമ്മൾ എന്തായി എന്ന് പറയാറ്? ലിബറലൈസ്ഡ് ആയി എന്ന് നമ്മൾ പറയാറ്. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, പ്രൈവറ്റൈസേഷൻ. എന്താ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ടു പ്രൈവറ്റ് സെക്ടർ. ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ടു പ്രൈവറ്റ് സെക്ടർ. ഇവിടെ നമ്മൾ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് എന്തൊക്കെ വരികയാണ്? പ്രൈവറ്റ് സെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം
അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതേപോലെ മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ഗ്ലോബലൈസേഷൻ. എന്താ ഗ്ലോബലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ ട്രൂലി ഗ്ലോബൽ ഇക്കോണമി ഇംപ്ലൈസ് എ ബോർഡർലെസ് വേൾഡ്. അല്ലേ, നോക്കൂ, ബോർഡർലെസ് വേൾഡാണ്. അവിടെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി തിരിച്ച ആ രീതിയിലുള്ള പ്രവർത്തനമല്ല, വേൾഡ് ആസ് എ ഹോൾ എന്നുള്ള രീതിയിൽ, അല്ലേ. അപ്പോഴാണ് നമ്മളതിനെ ഗ്ലോബൽ മാർക്കറ്റ് എന്നൊക്കെ പറയാറില്ലേ. ഗ്ലോബൽ എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കുന്ന അപ്പോഴാണ്. അവിടെ ദർ ഈസ് ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അവിടെ ഏത് രാജ്യത്തു നിന്നും മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ഗുഡ്സും സർവീസസും ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാവുന്നതാണ്. അവിടെ വേറെ ബൗണ്ടറികളില്ല. ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ, മറ്റൊരു പ്രത്യേകത, ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ അക്രോസ് ദ കൺട്രീസ്. ഫ്രീ ആയിട്ടുള്ള ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അക്രോസ് നേഷൻസ്. ഫ്രീ ഫ്ലോ ഓഫ് പീപ്പിൾ അക്രോസ് നേഷൻസ്. ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള രീതിയിൽ, ഈ ചെറിയ രീതിയിൽ ചോദിച്ചാൽ അതും നമുക്ക് പറയുന്നതിന് വേണ്ടിയാണ് ഇതിനെ ഒരു പ്രത്യേകം നമ്മൾ വേറെ ഒരു സ്ലൈഡായിട്ട് എഴുതിയിട്ടുള്ളത്. ദെൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി നടപ്പാക്കിയതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ്, ആ ഒരു നയം മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, അതുകൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അല്ലേ, അതിനെയാണ് നമ്മൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന്. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റിയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ പോളിസിയിലുണ്ടായ മാറ്റങ്ങളുടെ ഇമ്പാക്റ്റ് ബിസിനസ്സിൽ എന്തൊക്കെ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് നോക്കാം, കോമ്പറ്റീഷൻ ഓഫ് ഇന്ത്യൻ ഫേംസ് ഹാസ് ഇൻക്രീസ്ഡ്. അല്ലേ, നമ്മളിപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലാണ്. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ കുറച്ചും കൂടെ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, വൈഡർ ചോയ്സ് ആണ്. കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ് കുറച്ചുകൂടെ വൈഡായി. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളോട് നമ്മുടെ രാജ്യത്ത് നമുക്ക് വാങ്ങാനോ ഉപയോഗിക്കാനോ, അല്ലേ, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായി. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. നമ്മുടെ രാജ്യത്തുള്ള ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നു, അത് പോരായെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ടെക്നോളജിയൊക്കെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, അതാണ് മൂന്നാമത്തെ പോയിന്റ്. ദെൻ നാലാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ, എൻ്റർപ്രൈസസ് ആർ ഫോഴ്സ്ഡ് ടു മോഡിഫൈ ദെയർ ഓപ്പറേഷൻസ്. വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തന്നെ അവർ ഫോഴ്സ്ഡായി, എന്തിന്, ടു മോഡിഫൈ ദെയർ ഓപ്പറേഷൻസ്. മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ മറ്റുള്ള പ്രോഡക്റ്റിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ, മത്സരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോഴ്സ്ഡായി എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ് നോക്കൂ, നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് അറൈസ്. കുറച്ചും കൂടെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി, അല്ലേ, നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. ദെൻ ആറാമത്തെ പോയിന്റ് നോക്കൂ, ഷിഫ്റ്റ് ഫ്രം പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് കൺസെപ്റ്റ് ടു മാർക്കറ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്. നമ്മൾ കൺസെപ്റ്റുവലായിട്ടുള്ളൊരു മാറ്റം, നമ്മൾ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറുകയാണ്, മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടായി ഈ പോളിസിയുടെ ഭാഗമായിട്ട്. ദെൻ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, പബ്ലിക് സെക്ടർ ഹാസ് ടു സർവൈവ് ആൻഡ് ഗ്രോ ബൈ യൂട്ടിലൈസിങ് ദെയർ ഓൺ റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഒക്കെ തന്നെ അവരുടെ തന്നെ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലേ, അവർക്ക് അവരുടെ സർവൈവലും ഗ്രോത്തും സാധ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ പുതിയ നയത്തിൻ്റെ ഭാഗമായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിൽ ഏഴാമത്തെ പോയിൻ്റായിട്ട് നമ്മളിവിടെ വിശദീകരിച്ചത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തത്. എന്താ ബിസിനസ് എൻവയോൺമെൻറ്റ്, നമുക്കൊന്നും കൂടെ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് നമ്മൾ സൂചിപ്പിക്കേണ്ടായി, അതിൻ്റെ മീനിങ് എന്താണെന്ന് പറയേണ്ടായി. ദെൻ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ബിസിനസ് എൻവയോൺമെൻറ്റിനുള്ളത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള 4 ഡയമെൻഷൻസ് ഓരോന്നായി നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് എക്കണോമിക് റിഫോംസിൻ്റെ ഭാഗമായി ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991, ആ പോളിസിയുടെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ള 6 പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ആ ചർച്ചയിലൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്ന ലിബറലൈസേഷനെ പറ്റിയും പ്രൈവറ്റൈസേഷനെ പറ്റിയും ഗ്ലോബലൈസേഷനെ പറ്റിയും നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞു. ദെൻ ആ പോളിസി നടപ്പാക്കിയത് കൊണ്ടുണ്ടായിട്ടുള്ള അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, അത് ബിസിനസ്സിൽ എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഉണ്ടായിട്ടുള്ളത്, ഇൻഡസ്ട്രീസിൽ എന്തൊക്കെയാണ് ഇമ്പാക്റ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള 7 പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ
വീഡിയോ, ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.